ഇത് ധാരാളം സ്ഥലമുണ്ടല്ലോ. ഒരാളുടെ ഓഫീസ് അവിടെ, ഒരാളുടെ ഇവിടെ. സൂപ്പർ അല്ലേ? അപ്പൊ ഇതങ്ങ് ഉറപ്പിക്കാൻ പോവാ? അല്ല, അതിപ്പോ ഒരതിപ്പോ ഇല്ല. അതെങ്ങനെ അഡ്വാൻസ് ഒക്കെ കൊടുക്കണ്ടേ? അഡ്വാൻസ് ഒക്കെ ഞാൻ കൊടുത്തോളാം. രക്ഷപ്പെടുമ്പോ തിരിച്ചു തന്നാ മതി. ഞാനൊന്ന് വിളിച്ചോക്കട്ടെ അവിടെ. മധു, ഇന്ന് കോടതി കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങുവേ. എനിക്കൊരാളെ കാണാനുണ്ട്. കക്ഷിയാണോ? കക്ഷിയല്ല, പിന്നെ എനിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ടേ. അതിനുമ്പ് കുട്ടിയെ നേരിട്ടുണ്ട് സംസാരിക്കണമല്ലോ. ഇന്നാണ് കാണാന്ന് പറഞ്ഞിരിക്കുന്നത്. എബി, അത് ഭയങ്കര കോയിൻസിഡൻസ് ആയിപ്പോയല്ലോ. എന്റെ വീട്ടിലൊരു അലയൻസിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ചെക്കനും അഡ്വക്കേറ്റ് ആണ്. ആ, നിന്റെ കാര്യം പറ. അതുപോട്ടെ. പെണ്ണിന്റെ ഫോട്ടോ എവിടെ? ഫോട്ടോ ഇല്ല. അത് ശരി, ഫോട്ടോ പോലും കാണാതാണോ പോണേ? അപ്പൊ നീ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. എന്നാലും നേരിട്ട് കണ്ടിട്ട് വൈബ് ഒക്കെ ആണെങ്കിൽ വെച്ച് താമസിപ്പിക്കണ്ട. പ്രായമൊക്കെ കൂടെയല്ലേ. നിന്റെ ഈ പ്രപ്പോസൽ ഏതാ? ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്ക് ധൃതി. എന്നോട് ആരുടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ ഈ പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞതാ. ദേ, ഇതാണ് ചെക്കൻ. എന്റെ പ്രായമുള്ളൂ. കൊള്ളാല്ലേ? മജിസ്ട്രേറ്റിന് എക്സാം എഴുതിയിട്ടുണ്ട്. കിട്ടുമെന്നൊക്കെയാ പറയണേ. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ആപ്ലിക്കേഷൻ ഒന്ന് കോടതി കൊടുക്കാനുണ്ട്. ആ കുട്ടീനെ കാണുമ്പോൾ ഒരു സെൽഫി എടുത്ത് അയക്കണേ. പിന്നെ സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ തിരിച്ചു പോണ വഴിക്കാൻ ഒന്ന് പിക്കണേ. രാത്രി ഒരു ഓട്ടോ പോലും കിട്ടൂല. നീ നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ വണ്ടി എടുത്തേനെ. അപ്പൊ ശരിയെന്നാ. എന്തായി? ഫോട്ടോ എടുത്തോ? ഫോട്ടോ എടുത്തില്ല, എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ പറഞ്ഞതല്ലേ? അത് സാരല്ല. ഇനിയിപ്പോ ഉറപ്പിച്ചു കഴിയുമ്പോൾ നേരിട്ട് മീറ്റ് ചെയ്യാം. അല്ല, ഇത് പറ, പെണ്ണിന് നിന്നെ ഇഷ്ടപ്പെട്ട? അവൻ തന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ. സത്യം പറഞ്ഞാൽ നിനക്കൊരു പെണ്ണ് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ ഒരു കണക്കിന് നല്ലതാ, കുറച്ച് പക്വതയൊക്കെ വരും. ഇപ്പൊ എനിക്ക് എന്താ പക്വതയ്ക്ക് കുറവ്? കുറവൊന്നുമില്ല. പക്ഷേ ഒന്നുമില്ല, അത് വിട്. മധു, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണം. ചുമ്മാ വളച്ചേട്ടരുത്. അത് തന്നെ എനിക്കും പറയുള്ളൂ. ഞാൻ നിന്നോട് എന്താ വളച്ചേട്ടി പറഞ്ഞിട്ടുള്ളത്? കിടന്നലറാതെ. അലറിയതല്ല, കാര്യം പറഞ്ഞതാ. എന്റെ ബി പി കൂട്ടണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ. എന്ത് വെറുതെ പറഞ്ഞാന്ന്? എന്റെ പൊന്നോ, ചെക്കൻ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ വെറുതെയാന്ന്. എന്തിന്? ഞാനും അങ്ങനെ പലതും പറയും. പിന്നെ എനിക്ക് ആരോട് ഇഷ്ടം തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഫോട്ടോ അല്ലേ? എന്റെ ഫ്രണ്ടിന്റെ വാട്സാപ്പ് ഡി പിയാ. അല്ല, സാർ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ പുറത്തൊരു ചായക്കടയിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. എത്ര ചായ കുടിച്ചെന്നറിയാമോ?